Hello everyone, welcome to G-Pod. എല്ലാവർക്കും മക്കളെ G-Podന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ +1 ഹിസ്റ്ററി ക്ലാസ് എവിടെ കിട്ടുന്ന അറിയാത്ത ആളുകളുണ്ടാവും. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ, കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ G-Podന്റെ ചാനലിൽ +1 ഹിസ്റ്ററി ക്ലാസ് ഉണ്ടെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പേരെന്താടാ? റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏത് സിവിലൈസേഷൻ അഥവാ ഏത് സംസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്? ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യണേ. വിച്ച് സിവിലൈസേഷൻ വി ആർ സ്റ്റഡിങ് ഇൻ ദിസ് ചാപ്റ്റർ? ഈ ഒരു പാഠത്തിൽ ഏത് സംസ്കാരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെന്നിട്ട് കമൻറ്റ് ചെയ്യുക. യെസ് ഒരുപാട് ആൾ കമൻറ്റ് ചെയ്തത് എനിക്കറിയാം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അഥവാ മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. അപ്പോൾ ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒരുപാട് തവണ ക്രിസ്മസ് എക്സാമിന് 4 മാർക്കിന് ചോദിച്ചതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വിശദീകരിക്കാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ടത് ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കണം. മെസപ്പൊട്ടോമിയ നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ് അഗ്രികൾച്ചർ അഥവാ കൃഷിയാണ് ചെയ്യുന്നത്. അതിന് പറ്റിയ ഒരു സ്ട്രീംസ്, അരുവികളും അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണൊക്കെയുള്ള പ്രദേശമാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സൈഡിൽ എന്താണ്? അഗ്രികൾച്ചർ അഥവാ കൃഷിയാണ്. നോർത്ത് സൈഡ് വടക്ക് ഭാഗത്ത് ഗ്രാസ് ലാൻഡ് അഥവാ പുൽമേടുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ നടക്കുന്നത്? ആനിമൽ റിയറിങ് അഥവാ കന്നുകാലികളെ മേക്കലാണ്. ഈസ്റ്റ് സൈഡ് അഥവാ കിഴക്ക് ഭാഗത്ത് എന്താണ്? ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ടൈഗ്രിസിലെ എന്താണ്? ടൈഗ്രിസ് നദിയുടെ പോഷ നദികളാണ്. സൗത്ത് അഥവാ തെക്ക് ഭാഗത്ത് എന്താണ്? ഡെസേർട്ട് അഥവാ മരുഭൂമിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ അവിടെ എക്സ്പ്ലനേഷൻ ആയിട്ട് ആഡ് ചെയ്യാതെ വേണ്ടത്. വടക്കിഴക്ക് ഭാഗത്ത് എന്താണ്? നല്ല വിശാലമായ സമതലങ്ങളാണ്, ഗ്രീൻ അൻഡുലേറ്റിംഗ് പ്ലെയിൻസ് ആണ്. അവിടെ അലൂവിയൽ സോയിൽ, എക്കൽ സോയിൽ ഉണ്ട്. അതുകൊണ്ട് അവിടെ നന്നായിട്ട് കൃഷി ചെയ്യുന്നു. ഇനി നോർത്തിൽ എന്താണ്? സ്റ്റെപ്പിയാണ്, പുല്ലൊക്കെ നിറഞ്ഞ സ്റ്റെപ്പി എന്ന് വിളിക്കുന്ന ഭാഗമാണ് വടക്ക് ഭാഗത്തുള്ളത്. അപ്പോൾ അവിടെ ആനിമൽ റിയറിങ് അഥവാ കന്നുകാലികളെ മേക്കലാണ്. തെക്ക് ഭാഗത്ത് എന്താണ്? മരുഭൂമിയാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിട്ട് വേണ്ടത്. അടുത്തത് ഈ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കും. എത്ര മാർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. 2 മാർക്ക് ചോദിച്ചേക്കാം, 4 മാർക്ക് ചോദിച്ചേക്കാം, 6 മാർക്ക് ചോദിച്ചേക്കാം, 8 മാർക്കും ചോദിച്ചേക്കാം. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലെ എഴുത്ത് സമ്പ്രദായത്തെക്കുറിച്ച് എഴുതാൻ എത്ര മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതൊന്ന് എഴുതിക്കുക. എന്താണ് അതിൻ്റെ പേര്? വാട്ട് നെയിം ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ ഈസ് കോൾഡ്? ഏത് പേരിലാണ് ആ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത്? ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് ആർക്കൊക്കെ അറിയാൻ നോക്കട്ടെ. യെസ് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഏതാണ്? ക്യൂണിഫോം ആണ്. അപ്പോൾ ക്യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ക്യൂനസ് ആൻഡ് ഫോമ എന്ന് പറഞ്ഞിട്ടുള്ള 2 ലാറ്റിൻ വേർഡിൽ നിന്നാണ് ക്യൂണിഫോം എന്ന ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ പോലെ അക്ഷരങ്ങളില്ല, ആ ഈ ഊന്നോ ഇംഗ്ലീഷിലെ പോലെ ABCDEFG എന്നുള്ള അക്ഷരങ്ങളില്ല. പകരം എന്താണ്? ഇതേപോലെ സിമ്പിൾസ് അഥവാ ചിത്രങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഓരോ കാര്യം, ഇപ്പോൾ നമ്മൾ കടുവ എന്ന് പറഞ്ഞ് എഴുതും, ഇംഗ്ലീഷിൽ ടൈഗർ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അവർ കടുവയ്ക്ക് എന്താണ്? ഒരു സിമ്പിളാണ്. ഇങ്ങനെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള റൈറ്റിംഗ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യൂണിഫോം. അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? റൈറ്റിംഗ് ബിഗാൻ വെൻ സൊസൈറ്റി നീഡ് ടു കീപ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. സമൂഹത്തിന് 2 ആളുകളുമായിട്ടുള്ള ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കേണ്ട സമയത്താണ് എന്ത് തുടങ്ങിയത്? എഴുത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ ഇടപാടുണ്ട്, നിങ്ങളും വേറെ ആളും തമ്മിൽ ഇടപാടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊരു രേഖ സൂക്ഷിക്കേണ്ട സമയത്താണ് ക്യൂണിഫോം ആരംഭിച്ചത്. സോ ദേ റോട്ട് ഓൺ ദ ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ. കളിമൺ ഫലകങ്ങളുടെ മുകളിൽ ശ്രദ്ധിക്കണം, അവർ എന്തിൻ്റെ മുകളിലാണ് എഴുതിയത്? കളിമൺ ഫലകങ്ങളുടെ മുകളിൽ വെറ്റാക്കിയിട്ട് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതാണ് ചെയ്യുക? റീഡ് ഉപയോഗിച്ചിട്ട്, എഴുത്താണ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അവർ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഡ്രൈ ആക്കിയിട്ട് ഉണക്കിയിട്ടാണ് അത് അവരെന്ത് ചെയ്യുക? ഉപയോഗിക്കട്ടോ. അപ്പോൾ ഈ രീതിയിൽ വളരെ സ്കില്ലിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമായിരുന്നു എന്തോ? ക്യൂണിഫോം റൈറ്റിംഗ്. അപ്പോൾ അന്നത്തെ കാലത്ത് മെസപ്പൊട്ടോമിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ജോബ് കൂടിയായിരുന്നു എന്ത്? റൈറ്റിംഗ് ഓൺ ക്യൂണിഫോം എന്ന് പറയുന്നത്. അപ്പം ഓരോ കാര്യത്തിനും, ഇപ്പോൾ ഒരു തവണ കളിമണ്ണിന് മുകളിൽ എഴുതിയാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല? വേറെ ഒന്നും എഴുതാൻ കഴിയില്ല. സോ ഓരോ ട്രാൻസാക്ഷനും എന്ത് വേണ്ടിയിരുന്നു? ഓരോ ട്രാൻസാക്ഷനും ഓരോ ക്ലേ ടാബ്ലറ്റ് എന്തായിരുന്നു? ആവശ്യമായി വന്നിരുന്നു. സോ റൈറ്റിംഗ് ഇസ് എ സ്കിൽഡ് ക്രാഫ്റ്റ്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക കേട്ടോ. സോ അവർ എന്തിനൊക്കെയാണ് അത് ഉപയോഗിച്ചത്? കീപ്പിംഗ് റെക്കോർഡ്സ്, രേഖകൾ സൂക്ഷിക്കാൻ, മേക്കിംഗ് ഡിക്ഷണറീസ്, നിഘണ്ടുകൾ നിർമ്മിക്കാൻ, ഗിവിംഗ് ലീഗൽ വാലിഡിറ്റി ടു ലാൻഡ് ട്രാൻസ്ഫേഴ്സ്, ഭൂമി കൈമാറ്റം നിയമപരമായ സാധു നൽകാൻ, നരേറ്റിംഗ് ദ ഡീഡ്സ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ പ്രവൃത്തികൾ വിവരിക്കാൻ, അനൗൺസിംഗ് ദ ചേഞ്ചസ് ഓഫ് കിങ് ആൻഡ് മെയ്ഡ് ഇൻ ദ കസ്റ്റമറി ലോസ് ഓഫ് ലാൻഡ്, അല്ലെ രാജ്യത്ത് രാജാവ് വരുത്തിയിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം അറിയിക്കാൻ, സ്റ്റോറിംഗ് ഇൻഫർമേഷൻ ആൻഡ് സെൻഡിങ് മെസ്സേജ്, വിവരങ്ങൾ അയക്കാനും സൂക്ഷിക്കാനും. അപ്പോൾ ഈ ആവശ്യങ്ങൾക്കൊക്കെ അവർ എന്ത് ഉപയോഗിച്ചിരുന്നു? ക്യൂണിഫോം ഉപയോഗിച്ചിരുന്നു. പിന്നെ ഈ ഒരു ചാപ്റ്ററിന് കുറേ തവണ 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്?
ഇവാലുവേറ്റ് ദ ചീഫ് ഫീച്ചേഴ്സ് ഓഫ് ദി സിറ്റി ഓഫ് മാരി ഇൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലെ മാരി നഗരത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കാൻ 4 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ മാരി എന്ന് പറഞ്ഞാൽ എന്താടാ? യൂഫ്രട്ടീസിൻ്റെ മിഡിൽ, യൂഫ്രട്ടീസ് നദിയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു നഗരമായിരുന്നു ഇത് മാരി. അപ്പോൾ ഈ മാരി എന്ന് പറഞ്ഞാൽ എന്താ? ദ എൻട്രി പോയിന്റ് മെസപ്പൊട്ടോമിയ, മെസപ്പൊട്ടോമിയയുടെ ഗേറ്റ് വേ എന്നൊക്കെ പറയാം. മെസപ്പൊട്ടോമിയയിലേക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ് ആയിരുന്നു ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ മാരി എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ മാരി എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗേറ്റ് വേ ടു മെസപ്പൊട്ടോമിയ, മെസപ്പൊട്ടോമിയയിൽ കടക്കാനുള്ള ഒരു ഗേറ്റ് ആയിരുന്നു എന്ത്? മാരി എന്ന് പറയുന്നത്. സോ ആ മാരിയിലേക്ക് എന്ത് ചെയ്യുന്നു? ടിന്ന്, ലെഡ്, വുഡ്, ഓയില്, വൈന്, അങ്ങനത്തെ അതായത് മരം, ചെമ്പ്, ടിന്ന്, എണ്ണ, വീഞ്ഞ് എന്നൊക്കെ ഒരുപാട് സാധനങ്ങളുമായിട്ട് കപ്പലുകൾ എങ്ങോട്ടേക്ക് വരും? മാരിയിലേക്ക് വരും. എന്നിട്ട് ഈ കപ്പലുകളൊക്കെ മാരി നിർത്തിയിട്ട് മാരിയിൽ ഓഫീസേഴ്സ് എന്ത് ചെയ്യും? ഇത് ഇൻസ്പെക്ട് ചെയ്ത് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യും? 1/10 ആകെയുള്ള സാധനത്തിൻ്റെ 10-1 അവരെന്തായിട്ട് കളക്ട് ചെയ്യും? ടാക്സ് അഥവാ നികുതിയായിട്ട് കളക്ട് ചെയ്യും. അങ്ങനെ ആ ടാക്സ് റവന്യൂ അഥവാ നികുതി വരുമാനം ഉപയോഗിച്ചാണ് എന്തായിട്ട് മാറിയത്? മാരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു സിറ്റി ആയിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ മാരിക്ക് വലിയൊരു ആർമിയോ അല്ലെങ്കിൽ വലിയൊരു പിന്നെ വലിയൊരു സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പക്ഷേ ട്രേഡ്, അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന കപ്പലുകളൊക്കെ നിർത്തി ഇവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ടാക്സ് കളക്ഷൻ ഉപയോഗിച്ചിട്ടാണ് മാരി എന്തായിട്ട് മാറിയത്? അടിപൊളി സിറ്റി ആയിട്ട് മാറിയെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ കഴിഞ്ഞ തവണ ക്രിസ്മസ് എക്സാമിന് 4 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് പോയിന്റ് ഔട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ ഇൻ ദ ഫീൽഡ് ഓഫ് ടൈം റെക്കോർഡിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. അല്ലെ, സമയം കണക്കാക്കൽ, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ മെസപ്പൊട്ടോമിയയുടെ സംഭാവന കണക്കാക്കാനാണ്. അപ്പോൾ ഇതും എക്സാമിന് 4 മാർക്കിന് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, മാത്സിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ, ഗണിതശാസ്ത്രത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളുകളാണ് ആര്? പിന്നെ മെസപ്പൊട്ടോമിയൻസ്. എന്തിലൊക്കെ ഉണ്ട്? ഡിവിഷൻ, ഹരണത്തിലുണ്ട്, സ്ക്വയർ റൂട്ട്, വർഗത്തിലുണ്ട്, പിന്നെ അതേപോലെ സ്ക്വയർ, ചതുരത്തിലുണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, സ്കൂട്ട് പലിശ, ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിലേക്ക് എത്തിച്ചു കൊടുത്തത് ആരാടാ? മെസപ്പൊട്ടോമിയൻസ് ആണ്. അവിടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്താണ്? കലണ്ടറാണ്. അതായത് റെവല്യൂഷൻ ഓഫ് ദി മൂൺ അറൗണ്ട് ദി എർത്ത്, അല്ലെ, ഭൂമിക്ക് ചുറ്റും എങ്ങനെയാണ് ചന്ദ്രൻ കറങ്ങുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർ 12 മാസങ്ങളുള്ള ഒരു കലണ്ടർ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ് കേട്ടോ, ചന്ദ്ര സൂര്യഗ്രഹണങ്ങൾ, ആകാശത്തുള്ള സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്, ചന്ദ്ര സൂര്യഗ്രഹണങ്ങൾ എന്ത് ചെയ്യാണ്? കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുള്ള ആകാശത്തുള്ള സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ് കേട്ടോ, ചന്ദ്ര സൂര്യഗ്രഹണങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുകയും അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു ആരാടാ? മെസപ്പൊട്ടോമിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടി തരുന്നുണ്ട്. നെയിം എനി 2 മെസപ്പൊട്ടോമിയൻ സിറ്റീസ്. ഏതെങ്കിലും 2 മെസപ്പൊട്ടോമിയൻ നഗരങ്ങളുടെ പേരൊന്ന് നിങ്ങൾ താഴെ ചെയ്ത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എഴുതാം. ഇനി രണ്ടാമതാണ് എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് അഥവാ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുമ്പോൾ അതിൽ ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അഗസ്റ്റസ് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ്? പ്രിൻസിപ്പേറ്റ് അല്ലേ, പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ഒരു ഭരണകാലം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാടാ? അഗസ്റ്റസ് ആണ്. ഷപ്പൂർ എന്ന് പറഞ്ഞാൽ എവിടുത്തെ റൂളറാണ്? ഇറാനിലെ റൂളറാണ്. ടാസിറ്റസ് എന്താടാ? അന്ന് സോഷ്യൽ ഗ്രൂപ്പ്, അതായത് റോമിലെ സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തന്ന ആളാണ്. പ്ലിനിയുടെ പുസ്തകത്തിൻ്റെ പേരെന്താ? നാച്ചുറൽ ഹിസ്റ്ററി അഥവാ പ്രകൃതി ചരിത്രമാണ്. അപ്പോൾ ഇതേപോലുള്ള മാച്ച് ദ ഫോളോയിങ് ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ കണ്ടോ, റോമൻ ഗവൺമെൻറ്, റോമൻ സൈന്യം, എസ്പെഷ്യലി റോമൻ ആർമിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും ക്രിസ്മസ് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ റോമൻ ആർമി എന്ന് പറഞ്ഞാൽ എന്താടാ? അവിടെ കമ്പൽസറി ആണ്, മിലിറ്ററി സർവീസ് വാസ് കമ്പൽസറി ഇൻ റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൽ 16 വയസ്സ് കഴിഞ്ഞ ഓരോ ആളും നിർബന്ധമായിട്ടും എവിടെ ചേർന്നിരിക്കണം? റോമൻ സൈന്യത്തിൽ ചേർന്നിരിക്കണം. ആൻഡ് ഹാഡ് ടു സെർവ് ദ ആർമി ഫോർ മിനിമം ഓഫ് 25 years, അല്ലെ, മിനിമം 25 വർഷമെങ്കിലും എന്ത് ചെയ്യണം? അവർ ജോലി ചെയ്യണം. അവർക്ക് നല്ല സാലറിയും പെൻഷനും ഒക്കെ എന്ത് ചെയ്തിരുന്നു? കൊടുത്തിരുന്നു കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏകദേശം 4th century 4ാം നൂറ്റാണ്ടിൽ റോമൻ ആർമി എന്താടാ? 6 lakh 6 ലക്ഷമാണ് എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട്. കാവലറി, കുതിരപ്പടയാളി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയ അന്നത്തെ കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു റോമൻ എംപയറിലെ ആർമീസ് കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് ഒരുപാട് തവണ എക്സാമിന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഏർലി റോമൻ എംപയർ ഡിസ്ക്രൈബ്ഡ് ബൈ ടാസിറ്റസ്. അപ്പോൾ ടാസിറ്റസ് എന്ത് പറയുന്നുണ്ട്? റോമൻ സാമ്രാജ്യത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ് അഥവാ സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഏറ്റവും ടോപ്പിൽ ആരാണുള്ളത്? സെനറ്റേഴ്സ് അഥവാ ആരാണ്? സെനറ്റർമാരാണ്. അവർക്ക് താഴെ ആരാളുള്ളത്? ഗ്നൈറ്റ്സ് ഓർ ഇക്വേറ്റ്സ് അഥവാ പ്രഭുക്കന്മാരാണ്. 3rd ആരാളത്? മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗ്ഗമാണ്. 4th ആരാ? ഹ്യൂമിലിയോറസ് അഥവാ കീഴാള വർഗ്ഗങ്ങളാണ്. ആൻഡ് ലാസ്റ്റ് ആരാ? സ്ലേവ്സ് അഥവാ അടിമകളാണ്. ഇത് എന്തായാലും പഠിച്ചു വെക്കണേ, എക്സാമിന് ചോദിക്കാറുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ റോമൻ എംപയർ, റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ച് ഇത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ സെൻറ്റർമാരാണ്. അവർക്ക് താഴെ അശ്വാരൂഢ വർഗ്ഗത്തിലെ പ്രമുഖർ, ദെൻ മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗ്ഗം, ദെൻ ആരാടാ? ഹ്യൂമിലിയോറസ് അഥവാ കീഴാള വർഗ്ഗങ്ങൾ, ലാസ്റ്റ് വൺ സ്ലേവ്സ് അഥവാ അടിമകളാണ്. ഇതിൽ ഏറ്റവും പവർഫുൾ ആരായിരുന്നു?
സെനറ്റർമാരായിരുന്നു. ചക്രവർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർ ഉണ്ടായിരുന്നത് അവർക്കായിരുന്നു. അവർക്ക് താഴെയായിരുന്നു ആരുണ്ടായിരുന്നു? പ്രഭുക്കന്മാർ. സ്വന്തമായിട്ട് ഭൂമിയുള്ളവരും സൈന്യത്തിലെ പല കാര്യങ്ങളും നോക്കിയിരുന്ന ആളുകളായിരുന്നു ആര്? പ്രഭുക്കന്മാർ. മിഡിൽ ക്ലാസ്സിലായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു? ഫാമേഴ്സ്, ട്രേഡേഴ്സ്. ശ്രദ്ധിക്കുന്ന കച്ചവടക്കാരും വ്യാപാരികളൊക്കെ എവിടെയായിരുന്നായിരുന്നു? മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗത്തിലാണ്. അതിന് താഴെയുള്ള ഹ്യൂമിലിയോറസിൽ ഏറ്റവും താഴെ വിഭാഗത്തിൽ ആരൊക്കെയാണുള്ളത്? ഗ്രാമത്തിലെ തൊഴിലാളികൾ, ഖനി തൊഴിലാളികൾ, ജോലി ചെയ്യുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, അത് വ്യവസായശാലകളും ഖനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിലായിരുന്നു. പിന്നെ ഏറ്റവും താഴെ സ്ലേവ്സ് അഥവാ അടിമകൾ കേട്ടോ. ശ്രദ്ധിക്കണേ. പിന്നെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 3rd സെഞ്ച്വറി ക്രൈസിസ് അഥവാ 3ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 3rd സെഞ്ച്വറി ക്രൈസിസ് അഥവാ 3ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. എന്താണ് 3rd സെഞ്ച്വറി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? അതായത് 3ാം നൂറ്റാണ്ടായപ്പോൾ റോമിലൊരു പ്രശ്നം വന്നു. അതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്താടാ? ആ സമയത്ത് റോം ഒരുപാട് അക്രമങ്ങൾ നേരിട്ടു. ഒന്നാമത്തെ ആക്രമണം ആരുതായിരുന്നു? CE 225 സസാനിയൻ ഡൈനാസ്റ്റി. ഇറാനിലുണ്ടായുള്ള പുതിയൊരു രാജവംശമായിരുന്നു ഇത് സസാനിയൻ ഡൈനാസ്റ്റി. ആ ഡൈനാസ്റ്റി എന്ത് ചെയ്തു? അവിടുത്തെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു ആര്? ഷപ്പൂർ I. ആരാടാ? ഷപ്പൂർ I കേട്ടോ. ഈ ഷപ്പൂർ I എന്ത് ചെയ്തു? 60,000 60,000 വരുന്ന എന്ത് ചെയ്യാണ്? റോമൻ സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ട് ഈ റോമിൻ്റെ ഈസ്റ്റ് ഭാഗത്തെ, കിഴക്ക് ഭാഗത്തെ പ്രധാനപ്പെട്ട പട്ടണമായിട്ടുള്ള ആൻറ്റിയോക്ക് എന്ത് ചെയ്തു? കീഴടക്കി. അങ്ങനെ ഇവർ യൂഫ്രട്ടീസ് റിവറിൻ്റെ സൈഡിലൂടെ റോമിനെ എന്ത് ചെയ്യാണ്? ഇവർ അറ്റാക്ക് ചെയ്യാണ്. ആരാണ് അറ്റാക്ക് ചെയ്തത്? സെസാനിയൻസ് കേട്ടോ. യൂഫ്രട്ടീസ് റിവറിൻ്റെ സൈഡിലൂടെ എന്ത് ചെയ്യാണ്? ഈ സെസാനിയൻസ് എന്ത് ചെയ്യാണ്? റോമൻസിനെ അറ്റാക്ക് ചെയ്തു. മറ്റൊരു ഭാഗത്ത് ഡാന്യൂബ് റിവർ, ശ്രദ്ധിക്കണേ, ഡാന്യൂബ് നദിയുടെയും റിൻ നദിയുടെയും ഭാഗത്തുകൂടി ബാർബേറിയൻസ് എന്ന് വിളിക്കുന്ന, അപരിഷ്കൃതർ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതൊരുപാട് ഗോത്രങ്ങളായിരുന്നു. അതായത് അലൈമെൻകാർ, ഫ്രാങ്കുകൾ, ഗോത്തുകൾ എന്നൊക്കെ പറയുന്ന ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങൾ പ്രത്യേകത എന്താ? മുന്നിൽ കാണുന്നതെല്ലാം തച്ചടയ്ക്കുന്ന സ്വഭാവമുള്ളവരാ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? വലിയൊരു ആർമിയായിട്ട് എങ്ങോട്ടേക്ക് വന്നു? ഒരു വലിയൊരു ആർമിയായിട്ട് എങ്ങോട്ടേക്ക് വന്നടാ? എവിടേക്കാണ് വന്നത്? യെസ്, റോമിലേക്ക് വരികയും റോമിലെ റിൻ ആൻഡ് ഡാന്യൂബ് റിവറിൻ്റെ സൈഡിലൂടെ വന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന്, ഒരു ഭാഗത്തുനിന്ന് സസാനിയൻസിൻ്റെ അറ്റാക്ക്, മറ്റൊരു ഭാഗത്തുനിന്ന് ഈ പിന്നെ നമ്മുടെ ബാർബേറിയൻസിൻ്റെ അറ്റാക്ക്. അപ്പോൾ ഈ അറ്റാക്കുകൾ ഫേസ് ചെയ്യാനന്ന് റോമിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഇല്ലായിരുന്നു. നമ്മുടെ KGF ഡയലോഗ് ഉണ്ടല്ലേ, പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ. പക്ഷെ അന്ന് റോം ഭരിച്ചിരുന്ന രാജാക്കന്മാരൊന്നും ശക്തരായിരുന്നില്ല. ആ 47 കൊല്ലങ്ങൾക്കിടയിൽ ഏകദേശം 25ഓളം ഭരണാധികാരികൾ ഇങ്ങനെ മാറി വന്നു. അപ്പോൾ ഈ ആക്രമണങ്ങൾ നേരിടാൻ നല്ല ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നു? 3rd സെഞ്ച്വറി ഓഫ് ക്രൈസിസിലെ പ്രതിസന്ധിയുള്ള 3ാം നൂറ്റാണ്ട് എന്ന് വിളിക്കുന്നു. അത് എക്സാമിന് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം. പിന്നെ അവസാനമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒന്നാണെന്ത്? എക്സ്പ്ലെയിൻ ദ ലേറ്റ് ആൻറ്റിക്വിറ്റി ഇൻ ദ റോമൻ ഹിസ്റ്ററി. റോമൻ ചരിത്രത്തിലെ അവസാന പ്രാചീനത വിശദീകരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 4th സെഞ്ച്വറി മുതൽ 7th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടമാണ് എന്ത്? ലേറ്റ് ആൻറ്റിക്വിറ്റി. ആ സമയത്ത് റോം ഭരിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും, അല്ലെങ്കിൽ അന്തിമ പുരാതന കാലം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അവരുടെ മാറ്റങ്ങളും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ലേറ്റ് ആൻറ്റിക്വിറ്റി അഥവാ അന്തിമ പുരാതന കാലം എന്ന് പറഞ്ഞാൽ എന്താ? 4th മുതൽ 7th സെഞ്ച്വറി വരെ, 4ാം നൂറ്റാണ്ട് മുതൽ 7ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് റോം റൂൾ ചെയ്തിരുന്ന ഒരു റൂളർ ആയിരുന്നു ആര്? കോൺസ്റ്റന്റൈൻ ചെയ്ത കാര്യം എന്താ? ഹി മെയ്ഡ് ക്രിസ്ത്യൻ റിലീജിയൻ ആസ് ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് റോം. റോമിലെ ഔദ്യോഗിക മതമാക്കി ഏതിനെ മാറ്റി? ക്രിസ്തു മതത്തെ മാറ്റി. അതാണ് ആരാദ്യം ചെയ്തത്? കോൺസ്റ്റന്റൈൻ ആദ്യം ചെയ്തത്. ശ്രദ്ധിക്കണേ, ക്രിസ്തു മതത്തെ എന്താക്കി മാറ്റി? ഔദ്യോഗിക മതമാക്കി മാറ്റി. അതാണ് എന്ത് ചെയ്തത്? ആര്? കോൺസ്റ്റന്റൈൻ ചെയ്ത ആദ്യത്തെ കാര്യം. രണ്ടാമത് ഹി ഇൻട്രൊഡ്യൂസ് ഗോൾഡ് കോയിൻ കോൾഡ് സോൾഡസ്. അത്രയും കാലം റോമക്കാർ സിൽവർ കോയിൻ ഉപയോഗിച്ചത്, അതുമാതിരി സോൾഡസ് എന്ന് വിളിക്കുന്ന ഗോൾഡ് കോയിൻ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. തേർഡ് വൺ എന്താ? ഹി ഷിഫ്റ്റഡ് ക്യാപിറ്റൽ ടു കോൺസ്റ്റാന്റിനോപ്പിൾ. അത്രയും കാലം റോമിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? റോം ആയിരുന്നു. അവിടുന്ന് എങ്ങോട്ടേക്ക് മാറ്റി? കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇന്നത്തെ ഇസ്താംബുളിലേക്ക് എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാണ്. ഈ 3 കാര്യങ്ങളാണ് ആര് ചെയ്തത്? കോൺസ്റ്റന്റൈൻ. അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താണ്? ക്രിസ്ത്യൻ റിലീജിയൻ ഒഫീഷ്യൽ റിലീജിയൻ ഔദ്യോഗിക മതമാക്കി മാറ്റി. ഗോൾഡ് കോയിൻ, സോൾഡസ് എന്ന് വിളിക്കുന്ന ഗോൾഡ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൂന്നാമത്തെ എന്താടാ? ചേഞ്ച് ദ ക്യാപിറ്റൽ. പിന്നെ അടുത്തത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായുള്ള മറ്റൊരു റൂളറാണ് ഡയോക്ലീഷ്യൻ. ഈ ലേറ്റ് ആൻറ്റിക്വിറ്റിയിൽ ഉണ്ടായുള്ള മറ്റൊരു റൂളറാണ് ഡയോക്ലീഷ്യൻ. അപ്പോൾ കോൺസ്റ്റന്റൈനെ കുറിച്ചിട്ടും ഡയോക്ലീഷ്യനെ കുറിച്ചിട്ടും സെപ്പറേറ്റും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഡയോക്ലീഷ്യൻ ചെയ്ത കാര്യം എന്താടാ? ഈ ഫോർട്ടിഫൈഡ് ദ ബൗണ്ടറീസ് അല്ലെ, ബോർഡേഴ്സിലെ, അതായത് അതിർത്തികളിലൊക്കെ എന്ത് ചെയ്തു? കോട്ട കെട്ടി. എന്നാൽ എന്ത് ചെയ്യാണ്? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പോൾ പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി അൺസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആരും ഒഴിവാക്കി? ഡയോക്ലീഷ്യൻ ഒഴിവാക്കിയിട്ട് ഈ ഫോർട്ടിഫൈഡ് ദ ബൗണ്ടറീസ്, അതിർത്തികളെ എന്ത് ചെയ്തു? കോട്ട കെട്ടി സംരക്ഷിച്ചു. ഇങ്ങനെ ചെയ്തത് ആരാണ്? ഡയോക്ലീഷ്യൻ ആട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻസ് എക്സാം ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് വൺ വേർഡ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിച്ച് ഈസ് നോൺ ആസ് ദ ഹാർട്ട് ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിന് ഹൃദയം എന്നറിയപ്പെടുന്നത് എന്ത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക.
ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ +1 ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയുള്ള ടെൻഷൻസോ എന്തെങ്കിലും പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ nafi.edupod എന്നുള്ള ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഇത് എജുപോഡിലെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക, നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ സെറ്റ് ആക്കട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം എജുപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. അപ്പോൾ ഈ ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കേരളത്തിലെ മുഴുവൻ ഹ്യൂമാനിറ്റീസ് കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.